കടുത്ത വരൾച്ചയിൽ പ്രതിസന്ധി നേരിടുകയാണ് ഇടുക്കിയിലെ ചെറുകിട തേയില കർഷകരും. ചൂടിന്റെ കാഠിന്യമേറിയതോടെ തേയില കൊളുന്ത് വ്യാപകമായി കരിഞ്ഞുണങ്ങുകയും ഉൽപാദനത്തിൽ കുറവുണ്ടായതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ടീ ബോർഡിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നും തേയില കർഷകർ. കത്തിനിൽക്കുന്ന വേനൽ ചൂടിൽ ഇടുക്കിയിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഏലവും കുരുമുളകും കാപ്പിയും കരിഞ്ഞുണങ്ങുന്നതിനൊപ്പം തേയിലക്കൊളുന്തും വേനൽ ചൂടിൽ വ്യാപകമായി ഉണങ്ങുകയാണ്. വേനൽ മഴ വേണ്ട രീതിയിൽ ലഭിക്കാത്തതിനാൽ കൊളുന്തിന്റെ ഉൽപാദനത്തിലും ഗണ്യമായ കുറവുണ്ട്. വിളവെടുത്താൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുവാൻ പോലും തികയാത്ത അവസ്ഥയാണെന്ന് കർഷകർ. തേയില കർഷകർ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം മഴ പെയ്തിട്ട് തന്നെ മാസങ്ങളായി. തേയില എല്ലാം വാടി ഉണങ്ങി കൊളുന്തുണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഒരു സ്ത്രീ തൊഴിലാളിക്ക് നമ്മളിപ്പോൾ 530 രൂപ കൊടുക്കുന്നുണ്ട്. അതിന്റെ വളവിടാനുള്ള പൈസയോ ഒന്നും ഇപ്പം നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല. മുമ്പ് വേനൽക്കാല തേയില പരിപാലനത്തിന് സഹായകരമായ പദ്ധതികൾ ടീ ബോർഡ് നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും 1 രൂപ പോലും ടീ ബോർഡിൽ നിന്നും കർഷകർക്ക് സഹായമായി ലഭിക്കുന്നില്ല. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ടീ ബോർഡ് പോലുള്ള അവർ വല്ല സബ്സിഡികളൊക്കെ തന്ന് വളമോ അതിനുള്ള മറ്റ് നനയ്ക്കാനുള്ള സംവിധാനങ്ങളും കൂടി ചെയ്തെങ്കിൽ മാത്രമേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിലവിൽ 25 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. എന്നാൽ തേയിലയുടെ വിപണി വില അനുസരിച്ച് കർഷകരുടെ കൊളുന്തിന് 40 രൂപയ്ക്ക് മുകളിൽ ലഭിക്കേണ്ടതാണ്. ചെറുകിട കർഷകരിൽ നിന്ന് കൊളുന്തു വാങ്ങുന്ന കുത്തക കമ്പനികൾ ഇത് നൽകുവാൻ തയ്യാറാകുന്നുമില്ല. വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചെറുകിട കർഷകരിൽ പലരും തേയില കൃഷി ഉപേക്ഷിച്ച മറ്റു കൃഷികളിലേക്ക് വഴിമാറുന്ന സാഹചര്യവുമുണ്ട്. സർക്കാർ സഹായങ്ങളില്ലാതെ കരകയറുവാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. കത്തിനിൽക്കുന്ന വേനൽ ചൂടിൽ തേയിലക്കൊളുന്തും കരിഞ്ഞുണങ്ങുമ്പോൾ കൈത്താങ്ങാകേണ്ട ടീ ബോർഡും കർഷകരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.